മദ്യം കഴിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങളോടാണ് ഈ ചോദ്യം. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ടോ? അങ്ങനെ മദ്യപിച്ച സമയത്ത് 3 മണിക്കൂറിനുള്ളിൽ 3 ചെറിയ പെഗ്ഗോ 1.5 ബോട്ടിൽ ബിയറോ അല്ലെങ്കിൽ 60 മില്ലി നാടൻ ചാരായമോ കുടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, ജീവിതം മുഴുവൻ ബാധിക്കാവുന്ന ഒരു പ്രശ്നത്തിന് തുടക്കമാകാം. മദ്യപാനം തുടങ്ങുന്ന സമയത്ത് പലർക്കും അതൊരു ഹരമായി തോന്നാം. നമ്മുടെ ഈ ശീലത്തിന് പിന്നിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ആൽക്കഹോൾ ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സ്റ്റേബിളായി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതിനെയാണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇഷ്ടത്തോടെ കുടിക്കുന്ന ആൽക്കഹോൾ നാളെ നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും തകർത്തേക്കാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ്. നിങ്ങൾ മദ്യം കഴിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങളോടാണ് ഈ ചോദ്യം. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ടോ? അങ്ങനെ മദ്യപിച്ച സമയത്ത് 3 മണിക്കൂറിനുള്ളിൽ 3 ചെറിയ പെഗ്ഗോ 1.5 ബോട്ടിൽ ബിയറോ അല്ലെങ്കിൽ 60 മില്ലി നാടൻ ചാരായമോ കുടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, ജീവിതം മുഴുവൻ ബാധിക്കാവുന്ന ഒരു പ്രശ്നത്തിന് തുടക്കമാകാം. മദ്യപാനം തുടങ്ങുന്ന സമയത്ത് പലർക്കും അതൊരു ഹരമായി തോന്നാം. നമ്മുടെ ഈ ശീലത്തിന് പിന്നിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ആൽക്കഹോൾ ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സ്റ്റേബിളായി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതിനെയാണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇഷ്ടത്തോടെ കുടിക്കുന്ന ആൽക്കഹോൾ നാളെ നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും തകർത്തേക്കാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ്.